ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ചിൻ്റെ തീയലാണ്. കൊഞ്ചും മുരിങ്ങയ്ക്കും ഇട്ടിട്ടുള്ള ഒരു തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം, എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 100 ഗ്രാം പ്രോൺസ് എടുത്തിട്ടുണ്ട്, ചെറിയ കൊഞ്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ മുരിങ്ങയ്ക്ക ഒരു 3 എണ്ണം, പിന്നെ കുഞ്ഞുള്ളി, പിന്നെ പുളി ഒരു ലെമൺ സൈസ് എടുത്തിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ചിരകിയ തേങ്ങ, പിന്നെ വെളുത്തുള്ളി ഒരു 3-4 എണ്ണം, ഇഞ്ചി ഒരു 1/4 കഷ്ണം. ഇത്രയും സാധനം റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായി വരുമ്പം 1 ടേബിൾ സ്പൂൺ എണ്ണ അതിലേക്ക് ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ തേങ്ങ അതിലേക്ക് ഇടും. തേങ്ങ ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമ്മൾ വറുത്തെടുക്കും. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കും. എന്നിട്ട് വീണ്ടും വറുക്കുക. അപ്പോൾ നല്ല ചുവന്ന കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടികൾ ചേർക്കും. മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇത്രയും ചേർത്തിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ ആവുന്നവരെ നന്നായിട്ട് സോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല ഡാർക്ക് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. തണുത്ത് കഴിഞ്ഞാൽ നല്ല ഒരു പേസ്റ്റ് ആവുന്നവരെ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ചട്ടി ചൂടായി വരുമ്പം 1 ടേബിൾ സ്പൂൺ എണ്ണ അതിലേക്ക് ഒഴിക്കുക. എണ്ണ ചൂടായി വന്നാൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ വറ്റൽ മുളക് ഒരു 3-4 എണ്ണം അതിലേക്ക് ഇടും. എന്നിട്ട് അത് നന്നായിട്ട് മൂപ്പിക്കുക. ഇനി നമ്മൾ വെളുത്തുള്ളി ഇടും ആദ്യം, പിന്നെ ഇഞ്ചി ഇടും. എന്നിട്ട് നന്നായിട്ട് അത് ബ്രൗൺ ആവുന്നവരെ മൂപ്പിക്കുക. പിന്നെ കുഞ്ഞുള്ളി ഇടും. കുഞ്ഞുള്ളി ഇട്ട് ഒരു നന്നായിട്ട് സോട്ട് ചെയ്യുക, അത് സോഫ്റ്റ് ആവുന്നവരെ. അപ്പോൾ കുഞ്ഞുള്ളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മുരിങ്ങയ്ക്ക ആഡ് ചെയ്യുക. പിന്നെ കൊഞ്ചും അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ടൊരു 5 മിനിറ്റ് സോട്ട് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർക്കുക. ഇത് വീണ്ടും സോട്ട് ചെയ്യുക. പിന്നെ പുളിവെള്ളം നമ്മൾ പുതിർത്തി വെച്ചിരിക്കുന്നത് അതിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ 1.5 കപ്പോളം വെള്ളത്തിലാണ് പുതിർത്തി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അത്രയും വെള്ളം ഒഴിക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം ഞാൻ തിളപ്പിച്ചു, അത് വേണ വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങ അരച്ചത് അതിലേക്ക് ചേർക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക. 10 മിനിറ്റ് കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല. എന്നിട്ട് കറിവേപ്പില അതിലേക്കിടുക. വീണ്ടും ഒരു 2 മിനിറ്റ് തൊട്ട് 5 മിനിറ്റ് വരെ തിളപ്പിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ കൊഞ്ച് മുരിങ്ങയ്ക്ക തീയൽ റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.